സരിൻ ഇറങ്ങിയ മാനക്കേടിൽ നിന്നും കോൺഗ്രസ് മുക്തി നേടിയത് പകരം സന്ദീപ് വന്നപ്പോഴാണ്. ഇടത്തേക്ക് ചരിയുമെന്ന് അവസാന നിമിഷം വരെ പറഞ്ഞിട്ട് വലത്തേക്ക് കാലെടുത്ത് വെച്ച സന്ദീപിനെ പല കോൺഗ്രസ് നേതാക്കൾക്കും അത്ര കണ്ട് പിടിച്ചിട്ടില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും കൊട്ടിക്കലാശത്തിലും കോൺഗ്രസ് തമ്മിലടിയെന്ന വിഷയവും ഇത് തന്നെയാണ്. BJP-യിൽ നിന്നും വന്ന സന്ദീപ് വാര്യർക്ക് കൊട്ടിക്കലാശത്തിൽ പ്രഥമ പരിഗണന നൽകിയത് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അത്ര പിടിച്ചിട്ടില്ല പോലും. അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഇന്നും ഇന്നലെയും കയറി വന്നവരെ പൊക്കിപ്പിടിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കല്ലുകടി ഉണ്ടാക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. ജില്ലയിലെ പ്രമുഖരായ പല നേതാക്കളെയും തഴഞ്ഞുവെന്നും 2 ദിവസം മുൻപ് മാത്രം പാർട്ടിയിലേക്ക് വന്ന സന്ദീപിന് വലിയ പ്രാധാന്യം നൽകിയെന്നുമാണ് ആരോപണം. ജില്ലയിലെ പല നേതാക്കളും കൊട്ടിക്കലാശത്തിൽ അത്ര സജീവമായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പൂർണ്ണമായും BJP ആശയം പിന്തുടരുന്ന സന്ദീപ് വാര്യർക്ക് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നതിൽ വിയോജിപ്പുള്ളവരാണ് പല നേതാക്കന്മാരും. അതുകൊണ്ട് തന്നെയാണ് അവർ കൊട്ടിക്കലാശത്തിൽ സജീവമാകാതിരുന്നതും. ജില്ലയിലെ സീനിയർ നേതാക്കൾക്ക് ഇല്ലാത്ത എന്ത് സവിശേഷതയാണ് സ്ഥാനമാനങ്ങൾക്കായി BJP-യിൽ നിന്ന് വന്ന സന്ദീപിനുള്ളത് എന്നാണ് പലരുടെയും ചോദ്യം. ആ ചോദ്യം ന്യായവുമാണ്. സന്ദീപിന്റെ വരവിന് പിന്നാലെ UDF-ൽ വലിയ അതൃപ്തി പുകഞ്ഞു വരികയാണ്. സന്ദീപ് കടുത്ത വർഗീയവാദിയാണെന്നും ഭാവിയിൽ കോൺഗ്രസിന് ബാധ്യതയാകുമെന്നും പാലക്കാട്ടെ മുതിർന്ന നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടുണ്ട്. സന്ദീപ് എത്തിയത് പാലക്കാട് നിർണായകമായ പല വോട്ടുകളും നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും ജില്ലയിലെ ഒരു വിഭാഗം പറയുന്നുണ്ട്. BJP-യിൽ ആയിരിക്കെ കോൺഗ്രസിനെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തിയ ആളാണ് സന്ദീപ് വാര്യർ. മുസ്ലിങ്ങൾക്കെതിരെ പലപ്പോഴും തരംതാണ പ്രസ്താവനകൾ നടത്തിയിട്ടുമുണ്ട് താനും. പാലക്കാട് മുൻ MLA-യും ഇപ്പോൾ വടകര MP-യുമായ ഷാഫി പറമ്പിലിനെ താലിബാൻ MP എന്ന് പോലും സന്ദീപ് വിളിച്ചിട്ടുണ്ട് എന്നത് മറക്കരുത്. ഇങ്ങനെയൊരു തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനെ കോൺഗ്രസിൽ എടുക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അതൃപ്തിക്ക് കാരണമാകുമെന്നാണ് സന്ദീപിനെ എതിർക്കുന്നവരുടെ നിലപാട്. സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയപ്പോൾ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തവർ തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള സന്ദീപ് വാര്യരെ മാലയിട്ട് സ്വീകരിക്കുന്നു എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരും. ഇടതുപക്ഷം പാലക്കാട് ഇത് ആയുധമാക്കുക തന്നെ ചെയ്യും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സന്ദീപിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നായിരുന്നു ഉചിതം. വോട്ടിനു വേണ്ടി കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധ ചിന്താഗതിയുള്ള ആളുകളോട് ഐക്യപ്പെടുകയാണെന്ന തരത്തിലും വിമർശനം ഉയർന്നേക്കാം. സന്ദീപിനെ തിടുക്കത്തിൽ കോൺഗ്രസിന്റെ ഭാഗമാക്കിയത് പാലക്കാട്ടെ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായേക്കുമെന്നും മുന്നണിക്കുള്ളിൽ അഭിപ്രായമുണ്ട്. എന്തായാലും സന്ദീപ് ഒരു വിവാദമായി കോൺഗ്രസിനുള്ളിൽ കിടന്ന് പുകഞ്ഞു വരികയാണ്.